ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുംബൈയുടെ ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസ് പോയതിനു ശേഷം ആദ്യത്തെ 3 ദിവസവും അലീന സ്റ്റാൻലിയോട് ചിട്ട അനുസരിച്ചുള്ള ഭക്ഷണക്രമം തന്നെയാണ് അവിടെ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. പൗലോസ് പോയതിന്റെ കുറവ് പപ്പയ്ക്ക് അനുഭവപ്പെടരുത് എന്നവൾ ഉറച്ചു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി 3 ദിവസവും പരാതി ഒന്നും പറഞ്ഞില്ല. 3-ാം ദിവസം സ്റ്റാൻലി കഴിച്ചുകൊണ്ടിരിക്കുക അലീന അരികത്തെത്തിയിട്ട് ആരോടൊന്നില്ലാതെ പറയുകയാണ്, കറികളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയണ്ടേ? അതിനാരും തയ്യാറില്ല. മിണ്ടാതിരുന്ന് കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോകും. മോശമായി പോയാൽ കുറ്റം പറയാൻ എന്തൊരു ഉത്സാഹമാണ്. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലി ഒരക്ഷരം പോലും മിണ്ടാതെ ഇരുന്ന് കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്റ്റാൻലി എഴുന്നേറ്റ് പോയപ്പോൾ അലീന അവധിക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്, നാളെ മുതൽ ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ ഞാൻ മാറ്റാൻ പോവുകയാണെന്ന്. ആ കൊള്ളാം, ലാൽച്ച് നിന്നെ മാറ്റും, അത്ര തന്നെ എന്നിങ്ങനെ അവധിക്കുട്ടിച്ചായന് മറുപടി പറയുന്നുണ്ട്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാലോ എന്ന് വാശിയിൽ തന്നെ അലീനയും. പിറ്റേന്ന് അലീന ഒരു ചെറിയ ബുക്ക് പേനയുമായി സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പയ്ക്ക് എന്താണ് വേണ്ടതെന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി ആദ്യം അവളെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ പ്രത്യേകത? അലീന പറയുന്നുണ്ട്, അല്ല, ഇന്ന് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയത്. ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഹേയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ഞാനൊന്ന് നോക്കും. ഏത് ഫുഡാണോ ഇന്ന് കഴിക്കാൻ തോന്നുന്നത് ആ ഫുഡ് എടുത്ത് ഞാൻ അങ്ങ് കഴിക്കും. അത്രേ ഉള്ളൂ. ആ പതിവ് തെറ്റിക്കണ്ട. അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണമാണോ തീരുമാനിക്കേണ്ടത്? കേണൽ സ്റ്റാൻലി ജോസഫ് ഇന്ന് എന്താണ് കഴിക്കേണ്ടതെന്ന് എന്നിങ്ങനെ സ്റ്റാൻലി ഒരു ഗൗരവത്തോടെ തന്നെ അലീനയോട് പറയുമ്പോഴേക്കും, അത് ശരിയല്ലല്ലോ പപ്പ. പപ്പ തന്നെ തീരുമാനിക്കണം പപ്പ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന്. എന്നിട്ട് പപ്പ അത് കഴിക്കുകയും വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു. നീ ഇതിനാണോ പൗലോസിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അയാളെ ഞാൻ പറഞ്ഞയച്ചതാണോ പപ്പ? അല്ലല്ലോ, കള്ളൻ തന്നെത്താൻ പോയതല്ലേ. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്നോട് അടുക്കള കാര്യത്തിലൊന്നും തലയിടാൻ പോകരുതെന്ന്. ശരി, നീ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, ഞാൻ വേറെ കുക്കിനെ ഏർപ്പാടാക്കിക്കൊള്ളാം. സ്റ്റാൻലി പറയുന്നുണ്ട്, ക്ലബ്ബിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ഒരാളെ ഇങ്ങോട്ടേക്ക് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി ഫോണിന്റെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് അലീന അയാളുടെ മുമ്പിലേക്ക് കയറി നിന്ന് സ്റ്റാൻലിയെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, പപ്പ പ്ലീസ്, പപ്പയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നല്ല രുചിയായിട്ട് എല്ലാം വെച്ച് വിളമ്പി തരാം എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. വേണ്ടന്നേ, ഇതെല്ലാം ഓരോ ഒബ്ലിഗേഷനാണ്. ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിച്ചാൽ ആരുടെയും പരാതി ഒന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഓ, അത് ശരി, അങ്ങനെ ഇപ്പൊ പറ്റില്ല. കുറെ മട്ടനും ചിക്കനും ബീഫും ഫിഷ് ഫ്രൈയും കറിയും മപ്പാസും സ്റ്റൂവും സകലതും വെച്ചുകൊണ്ടാക്കി മേശപ്പുറത്ത് നിരത്തി വെക്കുമ്പോൾ അതിൽ നിന്ന് 2-4 കഷ്ണം മാത്രം ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് ബാക്കി മുഴുവൻ എച്ചിലാക്കി കളയുന്ന ആ ധാരാളിത്തം ഉണ്ടല്ലോ, അതിനിവിടെ വേണ്ട പപ്പ. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അലീന കാര്യമായിട്ട് തന്നെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, സ്റ്റോപ്പ് സ്റ്റോപ്പ് അലീന. സ്റ്റാൻലിയുടെ മുഖം പെട്ടെന്ന് തന്നെ ദേഷ്യം കൊണ്ട് ചുമന്നു. അടുത്ത വാക്ക് സ്റ്റാൻലി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് അധിക പ്രസംഗമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പപ്പയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും എനിക്കറിയാം. അതിന്റെ പേരിൽ പപ്പ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, എന്നാലും എനിക്ക് സങ്കടം വരില്ല. പപ്പ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തെങ്കിലും കാര്യത്തിൽ പപ്പയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവും. ദേഷ്യത്തിലില്ല, ആഹാരത്തിലില്ല, മദ്യപാനത്തിലില്ല, പുകവലിയിലില്ല, ഒന്നിലുമില്ല. ഞാൻ ഇതിലെല്ലാം ഇടപെടും. ഇല്ലെങ്കിൽ പപ്പ എന്നെ ഉപേക്ഷിക്കണം എന്ന് അലീന പറഞ്ഞു നിർത്തുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വത്ത് സമ്പാദിച്ചത്. അതെന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ചിലവഴിക്കണം എന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ സ്റ്റാൻലി ഭയങ്കര ദേഷ്യത്തോടെ തന്നെ അലീനയോട് പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പപ്പയ്ക്ക് 4 മക്കളുണ്ടെന്നുള്ള കാര്യം പപ്പ മറന്നോ? അതിലൊരാളെ 23 വർഷക്കാലം വളർത്തിയത് ഒരു അനാഥാലയമാണ്. ഈ സ്വത്ത് മുഴുവനും അവർക്ക് ദാനം ചെയ്താലും ആ കടം തീരുമോ എന്ന് അലീന ഭയങ്കര ഒരു സഹതാപത്തോടെ തന്നെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലിക്ക് അനാഥാലയത്തിന്റെ കാര്യം കൂടെ കേട്ടപ്പോഴേക്കും ഒട്ടും ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഒച്ച എടുത്തുകൊണ്ട് തന്നെ സ്റ്റാൻലി ആന്റപ്പൻ, ആന്റപ്പ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അയാൾ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓടിക്കതച്ച് സ്റ്റാൻലിയുടെ മുറിയിലെത്തി. ദേ, ഇവളെ വിളിച്ചുകൊണ്ട് പോയി TV ഓൺ ചെയ്ത് വെച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ആ പുഴയൊക്കെ ഒന്നുകൊണ്ടേ കാണിച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയാട്ടോ സ്റ്റാൻലി. പപ്പ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അലീന മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ഇതേ സമയത്ത് കോറിഡോറിൽ അവതക്കുട്ടിച്ചായൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, അവൻ എന്തു പറഞ്ഞു എന്ന്. അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല, വേറെ കുക്കിനെ വിളിക്കാനുള്ള പരിപാടിയാണ്. അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ചുറ്റിക കൊണ്ട് ആണി അടിക്കുന്ന പോലെ തറഞ്ഞു പോയ ശീലങ്ങൾ അവൻ്റേത്. അതൊന്നും നമുക്ക് മുറിച്ചു മാക്കാൻ പറ്റില്ല മോളെ. ഓഹോ, അത് ശരി. എന്നാലേ ആണി അടിക്കുന്ന ചുറ്റികയുടെ മറുവശത്തൊരു സാധനമുണ്ട്, അടിച്ചുറപ്പിച്ച ആണി ഇളക്കി എടുക്കാനുള്ള സാധനം. അത് ഞാൻ ഇങ്ങ് പറിച്ചെടുക്കും. വല്യപ്പച്ചന് ഞാനത് കാണിച്ചു തരാം എന്ന് അലീനയും വാശിയിലാണ്. ആട്ടെ മോളെ, നിങ്ങൾ തമ്മിൽ ഉടക്കിയോ എന്നിങ്ങനെ അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്. ആ, ചെറുതായിട്ടൊന്ന് ഉടക്കി എന്ന് അലീനയും.
നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ ഇഷ്ടം പോലെ 3-4 ദിവസം കൂടി വെച്ച് വിളമ്പി കൊടുക്ക്. എന്നിട്ട് ഓരോ ഐറ്റം വെച്ച് ഓരോ ദിവസം കുറച്ചു കൊണ്ടുപോവാ. ചോദിച്ചാൽ അന്നേരം എന്തേലും ഒഴിവുകഴിവ് പറഞ്ഞു വിട്ടാ മതി. ലാലിച്ചൻ അങ്ങ് വിശ്വസിച്ചോളും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, അതിന്റെ ഒന്നും ആവശ്യമില്ല വല്യപ്പച്ച. മധ്യ തിരുവിതാംകൂറിന്റെ മഹാരാജാവൊന്നും അല്ലല്ലോ ഈ ലാലിച്ചൻ. വല്യപ്പച്ചൻ എപ്പോഴും പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്യപ്പച്ചനെ മടിയിൽ കിടന്ന് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അവതക്കുട്ടിച്ചാൻ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കൊള്ളാം. അവൻ ആ ഡയലോഗ് കേൾക്കുമ്പോ തന്നെ കലി കയറും മോളെ. നീ അവന്റെ അടുത്ത് അങ്ങനെയൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ഞാൻ അവന്റെ അപ്പനായതുകൊണ്ടാ അവൻ എന്നെ തല്ലാത്തത്. ഉടനെ അലീന പറയുന്നുണ്ട്, സാരമില്ല വല്യപ്പച്ച, എന്നെ തല്ലിക്കോട്ടെ, എനിക്ക് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലുകൊള്ളാത്ത മക്കളുണ്ടോ? എനിക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് ഒരടിയെങ്കിലും മേടിക്കണം. എന്നിട്ട് മാറിയിരുന്ന് കരയണം, കെറുവച്ച് മിണ്ടാതെ നടക്കണം, പിന്നെയും കൂട്ടുകൊടണം. അത് കേട്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ, ഇത് കൊള്ളാവല്ലോ, വല്ലാതെ സൂക്കേട് തന്നെയാണല്ലോ ഇത്. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച നോക്കിക്കോ, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് പപ്പയുടെ ദേഷ്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മുഖമൊക്കെ ചുമന്ന്, കണ്ണ് 2 ഉരുട്ടി, മീശയൊക്കെ വിറപ്പിച്ച് ഇപ്പൊ തല്ലു എന്ന തോന്നലുള്ള ആ നിൽപ്പുണ്ടല്ലോ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ദേ മോളെ, അവന്റെ കയ്യിൽ നിന്നൊന്നും മേടിച്ചേക്കല്ലേ. അവന്റെ കൈ വീണാ നീ ചത്തുപോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനിയിപ്പോ നിനക്ക് അങ്ങനെ അടി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല ഒന്നാന്തരം ചോറിലിരിപ്പുണ്ട് എന്ന് പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, നടക്കും. ഞാൻ എന്ത് വികൃതി കാണിച്ചാലും ഈ ചിന്നമ്മേനെ വല്യപ്പച്ച നുള്ളിപ്പോലും നോവിക്കില്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ അലീന അടുക്കളയിലേക്ക് പോയി. അവതക്കുട്ടിച്ചായനും അലീന പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അലീനയെ നോക്കി നിന്നു. അതിനുശേഷം സ്റ്റാൻലി ന്യൂസ് കണ്ട് സോഫയിലിരിക്കുകയായിരുന്നു. അയാളുടെ കാൽച്ചുവട്ടിലും സോഫയിലും നായ്ക്കൾ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. വാതിൽ അല്പം തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സ്റ്റാൻലി ആ ഭാഗത്തേക്ക് നോക്കി. അത് അലീനയാണ്. അയാൾ വീണ്ടും ടി വിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അലീന മുറിയിലേക്ക് കയറി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും സ്റ്റാൻലി എടുത്തടിച്ചതുപോലെ തന്നെ മറുപടി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. അലീന വീണ്ടും ചോദിച്ചു, അതെന്താ വേണ്ടാത്തത്? ഉടനെ തന്നെ സ്റ്റാൻലി കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ സമയം എത്രയായിന്ന്. അലീന പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ ഇടത്തെ കയ്യിലെ വാച്ചിൽ സമയം നോക്കിയിട്ട് 8:45 പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം എപ്പോഴാണ്? 8:30 എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ചിട്ടയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഉടനെ അലീന പറയുന്നുണ്ട്, പപ്പ, ഈ പട്ടാളത്തിലെ ചിട്ടയൊക്കെ വീട്ടിലും വേണോ? പട്ടാളത്തിൽ നിന്ന് പപ്പ പിരിഞ്ഞിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, അതെന്റെ ശീലമാ. സ്റ്റാൻലിയുടെ മുഖഭാവം തന്നെ മാറി തുടങ്ങിയിരുന്നു. അത് കണ്ടുകൊണ്ട് വീണ്ടും അലീന പറയുകയാണ്, അല്ല പപ്പ, ഈ 10-15 മിനിറ്റ് താമസിച്ചെന്ന് വെച്ച് വയറ് കോപിക്കുവോ? അങ്ങനെ കോപം വരുന്ന വയറാണെങ്കിൽ അത് എന്തൊരു വയറാ? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു വയർ നമുക്ക് വേണോ പപ്പ? അലീന അല്പം കുസൃതിയോട് കൂടി തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലി അത് കേൾക്കാത്ത മട്ടിൽ ടി വിയിലേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുകയാണ്. അലീന സോഫയുടെ പിന്നിൽ ചെന്ന് നിന്ന് സ്റ്റാൻലിയുടെ ശിരസിൽ 2 കൈത്തണ്ടകളും വെച്ചു. ആദ്യം പതിയെ മുടിയിലൂടെ കൈയൊന്ന് ഓടിച്ചു. പ്രതിഷേധിക്കണമെന്ന് അയാൾക്ക് തോന്നിയെങ്കിലും സ്റ്റാൻലി അനങ്ങാതെ തന്നെ അലീനയ്ക്ക് ഇരുന്നു കൊടുക്കുകയാണ്. അതിലൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിലും ചെവിയിലും ഇളം ചൂടുള്ള വിരലുകൾ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. തുടർന്ന് 2 കൈകളും കൊണ്ട് അയാളുടെ കണ്ണുകളെ മൂടിയിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ എല്ലാം എടുത്ത് ഊണുമേശയിൽ വെച്ചിരിക്കുകയാണ് പപ്പ. ഇനിയും താമസിച്ചാൽ അതൊക്കെ തണുത്തു പോകും. പപ്പയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം സങ്കടമാകും. അലീന അയാളുടെ മുഖം കണ്ണാടിക്ക് നേരെ തിരിച്ചു. എന്നിട്ട് കണ്ണുകൾ മൂടിയിരുന്ന കൈവിരലുകൾ പതിയെ മാറ്റി കണ്ണു തുറക്കുമ്പോൾ അയാൾ കണ്ടു തന്റെ ശിരസിന് മീതിയുള്ള അലീനയുടെ മുഖം. നെറുകയിൽ താടി വെച്ച് അവൾ ചിരിക്കുകയാണ്. തുടർന്ന് കണ്ണാടിയിൽ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, ഇപ്പൊ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു അല്ലേ പപ്പ? എന്നിട്ട് ഒരു അടിക്കുറിപ്പും കൂടി ചേർക്കണം, സിംഹവും മുയലും. അത്രയൊക്കെ പറഞ്ഞെങ്കിലും സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവത്തിന് ഒരയവും വന്നിട്ടില്ല എന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവൾ സ്റ്റാൻലിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പപ്പ വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. സ്റ്റാൻലി മെല്ലെ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് തന്നെ പോയിട്ടോ. ഇത്രയും നേരം അലീനയുടെ മുമ്പിൽ ബലം പിടിച്ചിരുന്നുവെങ്കിലും അലീനയുടെ ആ ഒരു തലോടലിലും അലീനയുടെ ആ ഒരു സ്നേഹപ്രകടനത്തിലും അവൾ പറഞ്ഞ കാര്യങ്ങളിലുമൊക്കെ സ്റ്റാൻലി വീണുപോയിട്ടുണ്ടായിരുന്നു. പതിവ് തെറ്റിക്കാതെ അന്നും 2-3 കൂട്ടം ബ്രേക്ക്ഫാസ്റ്റുകൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ കൈ കഴുകി ചെയറിൽ വന്നിരുന്നു. സ്റ്റാൻലി തന്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി. എവിടെ നൈഫും പോർക്കും ഒക്കെ എന്ന് അയാൾ ചോദിക്കുകയാണ്. അയ്യോ അയ്യോ, അത് ഞാൻ അവിടെ കഴുകാൻ ഇട്ടിരിക്കുകയാണല്ലോ പപ്പ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അത് കഴുകിയെടുക്കാൻ ഒരുപാട് ടൈമിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പോകൂ, പെട്ടെന്ന് തന്നെ അത് കഴുകി എടുത്തോണ്ട് വരൂ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എന്താ പപ്പ ഇത്? ഒരു ദിവസത്തേക്ക് പപ്പ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഒരു ദിവസം കൈകൊണ്ട് കഴിച്ചെന്ന് വെച്ച് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അയാൾക്ക് പിന്നെയും ദേഷ്യം വന്നു. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ ഫ്രണ്ടിലിരുന്ന പ്ലേറ്റ് തട്ടി മാറ്റിയിട്ട് എഴുന്നേക്കാൻ നോക്കുകയാണ്. അലീന പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, പപ്പ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ.
അലീന തന്റെ വലതെ കാണിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. തൽക്കാലം എന്റെ ഈ കൈ പപ്പയുടെ നൈഫും ഫോർക്കും ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്റെ കൈ കൊണ്ട് ഒരു കഷ്ണം അപ്പം എടുത്ത് കറിയിൽ മുക്കി പപ്പയുടെ വായിലേക്ക് വെച്ച് തരാം. പപ്പ വാ തുറന്നാൽ മതി എന്നും പറഞ്ഞ അലീന ഒരു അപ്പക്കഷ്ണം എടുത്ത് കറിയിൽ മുക്കി വായ്ക്ക് നേരെ കൊണ്ടുചെന്നെങ്കിലും സ്റ്റാൻലി പെട്ടെന്ന് തന്നെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. പപ്പ, ഇത് കഷ്ടമാണ് കേട്ടോ. പപ്പ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോമാലിയയിലും എത്യോപ്യയിലും ഒക്കെ നമ്മളെ പോലെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ആഴ്ചയിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്ന് മരിച്ചു പോകുന്നുണ്ട്. പപ്പ കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ തലയോട്ടിയും 2 കണ്ണും പല്ലും എല്ലും തൊലിയൊക്കെ മാത്രമുള്ള മനുഷ്യക്കോലങ്ങളെ. എന്നിട്ട് പപ്പ ഇവിടെ അരമണിക്കൂർ വൈകിയതിന്റെ പേരിൽ അല്ലെങ്കിൽ കത്തിയും മുള്ളും ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ കടുംപിടുത്തം പിടിക്കുന്നത് ശരിയാണോ പപ്പ? അലീനയുടെ ഈ ചോദ്യം കേട്ട് സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവം തെല്ലെന്നായിരുന്നു. മകളുടെ മുമ്പിൽ ഇനി ഒരു പിടിവാശിക്കും അർത്ഥമില്ല, ഒരു നിബന്ധനയ്ക്കും നിലനിൽപ്പില്ല. ചിട്ടകളും തർക്കങ്ങളും എല്ലാം ദുർബലമായി കഴിഞ്ഞു. അലീന നീട്ടിയ അപ്പക്കഷ്ണത്തിന് നേർക്ക് അയാൾ വായ തുറന്നു കൊടുത്തു. അത് കഴിച്ചിട്ട് അയാൾ പറയുകയാണ്, ഇനി ഞാനെടുത്ത് കഴിച്ചോളാം. അപ്പൊ അലീന പറയുന്നുണ്ട്, പപ്പയുടെ കൈ കഴുകിയില്ലല്ലോ, ഇനി എഴുന്നേറ്റ് പോകണ്ടേ? അത് വേണ്ട പപ്പ, ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഇവിടെ വേറെ ആരും കാണുന്നില്ല, വല്യപ്പച്ച മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. പിന്നീട് അലീന തന്നെ സ്റ്റാൻലിക്ക് അപ്പവും കറിയും ഒക്കെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയെ പോലെ ആസ്വദിച്ച് സ്റ്റാൻലി ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സ്റ്റാൻലി ചോദിച്ചു, നിനക്ക് കഴിക്കണ്ടേ മോളെ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ കഴിക്കണം, ഞാനും കൂടി പപ്പയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചോട്ടെ, പപ്പയ്ക്ക് അത് ബുദ്ധിമുട്ടാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല കഴിച്ചോ എന്ന് അയാള് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പനും മകളും കൂടി ഒരേ പാത്രത്തിൽ ആഹാരം പങ്കിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതക്കുട്ടിച്ചായൻ ആ വഴിക്ക് വന്നു. ആ കാഴ്ച കണ്ട് അയാൾ അമ്പരന്ന് അല്പനേരം നോക്കി നിന്നുപോയി. ഇതെന്താ ഞാൻ ഈ കാണുന്നത്? ലാലിച്ചനും അലീനയും ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, ലാലിച്ചന് അലീന വാരി കൊടുക്കുന്നു. ഇത് എന്തൊരു മറിമായം! എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. പതിയെ പതിയെ സ്റ്റാൻലി അവളുടെ വഴിക്ക് മെരുക്കിയെടുക്കുകയാണെന്നുള്ളത് അവധിക്കുട്ടിച്ചായന് മനസ്സിലായി. കഴിച്ചുകൊണ്ടിരിക്കുക അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അത് കണ്ട് സ്റ്റാൻലി ഒന്ന് ഞെട്ടി. അലീന പെട്ടെന്ന് തന്നെ ടേബിളിൽ ഉണ്ടായിരുന്ന അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖം വെച്ച് തേങ്ങിക്കരഞ്ഞു. അവധിക്കുട്ടിച്ചായൻ ഇതെല്ലാം കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. എന്നാൽ തന്റെ കൈത്തണ്ടയിലേക്ക് ചുടുകണ്ണുനീർ വീഴുന്നത് സ്റ്റാൻലി അറിയുന്നുണ്ടായിരുന്നു. അലീന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖമുയർത്തി പുറം കൈ കൊണ്ട് കണ്ണും കവളും എല്ലാം തുടച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, സോറി പപ്പ, എന്റെ സന്തോഷം കൊണ്ടാ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയുവോ? അപ്പന്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇരുന്ന് ഒന്നിച്ചിരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന്. ഇത്രയും ഭാഗ്യം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടിപ്പോ കണ്ടില്ലേ, സ്വന്തം പപ്പയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു എന്നൊക്കെ പറഞ്ഞ് അലീന വീണ്ടും പൊട്ടിക്കരയുകയാണ്. അലീനയുടെ കരച്ചിൽ കണ്ട് സ്റ്റാൻലിക്ക് നല്ല സങ്കടം വന്നു. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ അയാൾ വിഷമിച്ചു. പെട്ടെന്ന് തന്നെ അവതക്കുട്ടിച്ചായൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും സ്റ്റാൻലി അവിടെ നിന്നും എഴുന്നേറ്റ് വായ കഴുകാനായി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് കണ്ണുകൾ രണ്ടും തുടച്ച് ആ കഴിച്ച പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോയി. രണ്ടാൾക്കുമിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായി തുടങ്ങിയെന്ന് അവതക്കുട്ടിച്ചായന് മനസ്സിലായി. പപ്പയുടെ വാശികളെല്ലാം മോളുടെ മുമ്പിൽ ഓരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം സ്റ്റാൻലിയുടെ എസ്റ്റാറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ അകത്തേക്ക് വരുന്നുണ്ട്. അത് മനുശങ്കറാണ്. കടപ്പാട്ടൊരു വീട്ടിൽ പോയി അലീന താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സൊക്കെ മനു നേരത്തെ തന്നെ ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അലീനയെ കാണാനുള്ള കൊതി കൊണ്ടാണ് മനു ഇത്രയും റിസ്ക് എടുത്ത് അവിടേക്ക് എത്തുന്നതും. വണ്ടിയുടെ ശബ്ദം കേട്ട് ഉടനെ തന്നെ നായ്ക്കൾ ഇറങ്ങി വന്ന് സിറ്റോട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് മനുവിന് മനസ്സിലായി. മനു കാറിൽ നിന്ന് ഇറങ്ങാൻ മടിച്ച് അവിടെ തന്നെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് മനു കാറിൽ നിന്നും ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഡോറ് തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ കാല് കുത്തിയതും 2 നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങി. മനു ഒന്ന് ഭയന്നെങ്കിലും ഒരടി പോലും മുന്നോട്ട് വെക്കാതെ അവിടെ നിന്നു. നിർത്താതെയുള്ള നായ്ക്കളുടെ കുര കേട്ടുകൊണ്ട് അലീന സിറ്റൗട്ടിലേക്ക് ഓടി ഇറങ്ങി വന്നു. അലീന അതിശയത്തോടെ അല്പനേരം നിന്നിട്ട്, ദൈവമേ, മനുവേട്ടനോ? ഇത് വലിയ അതിശയമായി പോയല്ലോ. മനുവേട്ടനെ എന്താ ഒന്ന് വിളിച്ച് പറയുക പോലും ചെയ്യാതെ വന്നത്? ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നാലും മനുവിനെ കണ്ടതിന്റെ സന്തോഷവും ആ ഒരു അതിശയവും സ്നേഹവും എല്ലാം അലീനയുടെ മുഖത്ത് തന്നെ പ്രകടമായിരുന്നു. അലീനയുടെ ആ നിൽപ്പും നോട്ടവും കണ്ടപ്പോൾ മനുവിന് കാര്യം മനസ്സിലായി. അതിശയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മനു മുൻകൂട്ടി ഇതൊന്നും പറയാതിരുന്നതും. എന്നിട്ട് മനുശങ്കർ ഒരു കള്ളച്ചിരിയോട് കൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് നടക്കുകയാണ്. മനുവിന്റെ നോട്ടത്തിൽ അലീനയ്ക്ക് തെല്ല് നാണം വന്നെങ്കിലും അത് അവൾ കാണിക്കാതെ, ആ മനുവേട്ടനോ, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അലീന അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും തന്നെ നായ്ക്കളുടെ കുരയെല്ലാം നിന്നിരുന്നു. എന്നാലും മനു അകത്തേക്ക് കയറുമ്പോഴും നായ്ക്കളെല്ലാം മനുവിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് മനുവിനെയും കൂട്ടി അലീന കോറിഡോറിന്റെ അടുത്തുള്ള ലിവിംഗ് റൂമിൽ എത്തിയപ്പോഴേക്കും അവധുകുട്ടിച്ചായൻ ആരാ മോളെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീന മനുശങ്കറിനെ വല്യപ്പച്ചന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവധുകുട്ടിച്ചായനെ തിരിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. മനുവിന്റെ ആ വരവ് അലീനയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയതായിട്ട് അവധുകുട്ടിച്ചായന് മനസ്സിലായി. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീന ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് ഓടി. അവധുകുട്ടിച്ചായൻ മനുവിന്റെ ജോലിയെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചും എല്ലാം അല്പം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അത്രയും ആയപ്പോഴേക്കും അലീന തിരികെ എത്തിയിട്ടോ. മനുവേട്ടൻ വാ, ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മനുവിനെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുത്തി.
അവിടെ ടേബിളിൽ ചായയും പലഹാരവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അലീന മനുവിനെ കൊണ്ട് ഓരോന്നും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും മനു അതൊന്നും അങ്ങനെ എടുത്ത് കഴിക്കാൻ നോക്കുന്നില്ല. ചായ കുടിക്കുന്നതിനിടയിൽ മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ പപ്പ? അവിടുത്തെ അച്ഛനേക്കാൾ ബെറ്റർ ആണോ? അങ്ങനെ താരതമ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല മനുവേട്ട. അച്ഛൻ ശാന്തനും അലിവുള്ളവനുമാ. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ അറിയാം. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പപ്പ അങ്ങനെയല്ല. സ്നേഹമുള്ള സിംഹം എന്നൊക്കെ പറയാറില്ലേ, അത്തരത്തിലുള്ള രീതിയാണ്. സ്നേഹം ചോദിച്ചാൽ പോലും തരില്ല. ഒടുവിൽ നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങിക്കണം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. മനു ഉടനെ ചോദിക്കുന്നുണ്ട്, ആഹാ അത് കൊള്ളാമല്ലോ, അത്രയ്ക്ക് ദേഷ്യക്കാരനാണോ ഈ പപ്പ? അലീന പറയുന്നുണ്ട്, ഭയങ്കര ഗൗരവക്കാരനാ. ആ ഇരിപ്പും ഭാവവും നോട്ടവും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും പപ്പയുടെ ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ടെന്ന്. അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല. എന്നാൽ കോട്ട വിട്ടിറങ്ങി ഇങ്ങോട്ടേക്ക് വരത്തുമില്ല. സംസാരിക്കാനൊക്കെ ഭയങ്കര പിശുക്ക ആൾക്ക്. അളന്നു മുറിച്ച് സൈന്യാധിപന്മാരെ ഉത്തരവിടുന്നത് പോലെയാ സംസാരം. ഇപ്പോഴും സൈന്യാധിപനാണെന്നുള്ള ഭാവമാ പപ്പയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും മനുശങ്കർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അത് ശരി, കൊള്ളാമല്ലോ. അപ്പൊ പിന്നെ അലീന എങ്ങനെ ആ കോട്ടയ്ക്കകത്ത് കയറി പറ്റിയെന്ന്? ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ദിവസം മുതൽ ഞാൻ ആ കോട്ടയ്ക്ക് തുരങ്കം വെക്കാൻ തുടങ്ങിയെന്ന് അലീനയും ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായി. അലീനയുടെ അടുത്ത് ദേഷ്യം കാണിക്കാറുണ്ട് പപ്പ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും, ആ അതിപ്പോ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും കണ്ണുരുട്ടി കാണിക്കും. ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞാൽ ഗെറ്റോട്ടടിക്കും. പക്ഷെ എന്നോട് ഇതുവരെ ഗെറ്റോട്ടൊന്നും പറഞ്ഞിട്ടില്ല. 23 വർഷം ഞാൻ അനാഥാലയത്തിലായിരുന്നല്ലോ ജീവിച്ചത്. അത് ഓർക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ് മനുവേട്ടാ. മനു ചോദിക്കുന്നുണ്ട്, ആട്ടെ ഈ വല്യപ്പച്ചൻ എങ്ങനെയുള്ള ആളാണ്? അലീന പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് ഓടിക്കാൻ പുനലൂരിൽ നിന്ന് പാഞ്ഞു വന്ന ആളാണ്. എന്നിട്ട് നോക്കുമ്പോഴുണ്ട് വല്യമ്മച്ചി ചെറുപ്പക്കാരിയായിട്ട് നേരെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. മരിച്ചുപോയ വല്യമ്മച്ചിയുടെ അതേ രൂപമാണത്ര ഞാൻ. നടപ്പും നോട്ടവും വർത്തമാനവും ചിരിയും എല്ലാം അതുപോലെ തന്നെയാണെന്നാ വല്യപ്പച്ചൻ പറയുന്നത്. എന്തായാലും അതിനുശേഷം എന്നും ഞാൻ വല്യമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വല്യമ്മച്ചി ആണല്ലോ സ്വന്തം ചായയും ശബ്ദവും സ്വഭാവവും എല്ലാം തന്ന് എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചത്. എനിക്ക് ചിലപ്പോൾ തോന്നും ഏതോ കാണാമറായി തരുന്ന ഒരു ചെറിയ പുഞ്ചിരിയോടെ വല്യമ്മച്ചി എന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ. ഈ ഭൂമിയിലെ ഒരു ചെറിയ ജീവിതം കിട്ടിയതിന് നമ്മൾ ആരോടെല്ലാമാണ് കടപ്പെട്ടിരിക്കുന്നത് അല്ല മനുവേട്ട? എന്ന അലീന മനുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ മനുശങ്കർ കൗതുകത്തോടെ വിസ്മയത്തോടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അലീനയാട്ടെ വന്നപ്പോൾ മുതലുള്ള ഓരോരോ സംഭവങ്ങളും അവനോട് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയതുപോലെയായിരുന്നു അലീനയ്ക്ക്. എല്ലാ വിഷമങ്ങളും പറയുന്നതിനിടയിൽ അവളുടെ മുഖത്തെ സന്തോഷം മനു തിരിച്ചറിയുന്നുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അലീന മനുശങ്കറിനെ വിളിച്ചുകൊണ്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സ്റ്റാൻലി ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വലിയ ശരീരവും അതിനു ചുറ്റും നിന്ന നായ്ക്കളും തനിക്ക് നേരെ തിരിയുന്നത് കണ്ട് മനുശങ്കറിന്റെ ഉള്ളിലും ഒരാശങ്കയുണ്ടായി. നായ്ക്കൾ മനുശങ്കറിനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. അലീന അവരുടെ നേർക്ക് കൈകൊണ്ട് എന്തോ ആംഗ്യം കാട്ടി. എന്റെ ആളാണ്, ഉപദ്രവിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മനുശങ്കറിന് മനസ്സിലായിട്ടോ. കണ്ടാൽ തന്നെ ഭീകരന്മാരെ പോലെ തോന്നിക്കുന്ന ഈ നായ്ക്കളെ പോലും അലീന മെരുക്കിയെടുത്തിരിക്കുന്നുവെന്ന് മനുശങ്കറിന് മനസ്സിലായി. സ്റ്റാൻലി ഫോൺ ചെയ്ത് കഴിയുന്നത് വരെ അവർ കാത്തു നിന്നു. ഫോൺ വെച്ചതിന് ശേഷം സ്റ്റാൻലി അലീനയെയും മനുശങ്കറിനെയും ചോദ്യം ചെയ്യുന്ന ഭാവത്തിലൊന്ന് നോക്കി. അപ്പോൾ അലീന മനുശങ്കറിനെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സ്റ്റാൻലിക്ക് നേരെ നീട്ടിയ മനുവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അയാൾ ഷേക്ക് ഹാൻഡ് നൽകി. എന്നിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. മനുശങ്കർ കസേരയിലിരുന്നു. അലീന പപ്പയോടൊപ്പം സോഫയിലും ഇരുന്നു. ഏതാനും ചില വാക്കുകളിൽ ഒതുങ്ങിയ കുശലാന്വേഷണങ്ങൾ മാത്രം. ഒടുവിലായി അയാൾ മനുവിനോട് പറയുന്നുണ്ട്, അലീനയെ ഇവിടെ എത്തിച്ചു തന്നതോടെ പാലക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ എനിവേ ഊണ് കഴിക്കാൻ കൊടുത്തിട്ട് ഇയാളെ തിരിച്ചയക്കാവോ എന്ന് സ്റ്റാൻലി അലീനയെ നോക്കി പറയുന്നുണ്ട്. അലീന, ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ എന്ന് വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ ഉവ്വ് പപ്പ എന്ന് അലീനയും മറുപടി പറയുന്നുണ്ട്. പിന്നെ അലീന മനുവിനെയും കൂട്ടിക്കൊണ്ട് ബംഗ്ലാവിന്റെ വെളിയിൽ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. മനുവിന്റെ മുഖത്ത് ഒരു പ്രസരിപ്പില്ലാതെ ഇരിക്കുന്നത് കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി മനുവേട്ട എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീനയുടെ പപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പാലായിലുള്ളവരാരും ഇനി ഒരടുപ്പവും ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത് എന്നല്ലേ? അപ്പൊ അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അത് പപ്പയുടെ ആഗ്രഹമല്ലേ മനുവേട്ട. ഒരാളുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയോ ഈ ലോകത്ത്? ഞാൻ പപ്പയെ പറ്റി മനുവേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? പപ്പയ്ക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ മനു പറയുന്നുണ്ട്, പക്ഷെ അലീന ഞാൻ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേ തന്നെ അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ പപ്പ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം മനുവേട്ടൻ ഇവിടെ വരാം, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അത് ഞാനല്ലേ പറയുന്നത് എന്നും പറഞ്ഞ് അലീന മനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നേ എന്നും പറഞ്ഞ് വീടും പരിസരവും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആ ബംഗ്ലാവിലും അതിന് ചുറ്റുമായി എന്തൊക്കെയുണ്ടോ അതെല്ലാം, എന്തിന് പട്ടിക്കൂട് പോലും അലീന മനുവിനെ കൂട്ടിക്കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ മനുശങ്കർ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീനയുടെ പപ്പയുടെ ഭാര്യയും മക്കളും ഒന്നും ഇങ്ങോട്ടേക്ക് വരാറില്ലേ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുറച്ച് ദിവസം മുമ്പാണ് ഇവിടെ വന്നിട്ട് പോയത്. അതിനുശേഷം അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അലീന മനുശങ്കറിന്റെ അടുത്ത് പറഞ്ഞു വിവരിക്കുന്നുണ്ട്. പപ്പ അന്ന് അവരെ എല്ലാം തുരത്തി വിട്ടു. പിന്നെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷെ എനിക്കെതിരെ എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ മനുവേട്ട എന്ന് അലീന പറയുമ്പോഴേക്കും തന്നെ മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയൊന്നും ഇല്ലേ അലീന എന്ന്.
ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ മനുവേട്ട പേടിക്കുന്നത്? പപ്പയുടെ ഭാര്യ മക്കളും അഞ്ചലിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെയും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാ. അവരെല്ലാരെയും ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം. പപ്പയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അതാ എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും, ആഹാ അത് ശരി, അതൊക്കെ എങ്ങനെ സാധിക്കും അലീന എന്ന് മനു ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല മനുവേട്ട, പക്ഷേ എന്തെങ്കിലും ഒരു വഴി ദൈവം എനിക്ക് കാണിച്ചു തരുമായിരിക്കും. അല്ലെങ്കിൽ എന്തിനാ എന്നെ ഈ വഴിയെല്ലാം നടത്തി ഇവിടെ വരെ എത്തിച്ചത്? ദൈവം ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരെ നിയോഗിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കും എല്ലാം ശരിയാക്കി എടുക്കാൻ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് അലീന പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ഇനി നീ എന്ന് മുതലാണ് ജീവിച്ചു തുടങ്ങുകയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മനുവിന്. പക്ഷെ അതിനെക്കുറിച്ച് മനു ഒന്നും തന്നെ മിണ്ടിയില്ല. അലീനയോട് അതേപ്പറ്റി ഒന്നും ചോദിച്ചുമില്ല. പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് പിന്നീട് അവർ നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ അലീന പൗലോസിന്റെ അടുത്തുണ്ടാക്കിയ വഴക്കിനെക്കുറിച്ചും പൗലോസ് അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന കള്ളത്തരങ്ങളും അങ്ങനെ എല്ലാം തന്നെ പറയുന്നുണ്ട്. അലീനയുടെ വിലക്കിനെ അവഗണിച്ച് മനുശങ്കറും ചില സഹായങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മനുശങ്കർ പറയുന്നുണ്ട്, ഞാൻ ഒരു സത്യം പറയട്ടെ അലീന. ആഹാ, മനുവേട്ടൻ എത്ര സത്യം വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അതൊക്കെ കേട്ടോളാം എന്ന് അലീനയും പറയുന്നുണ്ട്. നിനക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. കടപ്പാട്ടൊരു വീട്ടിൽ നിന്നും വന്നപ്പോഴത്തെ അലീന അല്ല നീ. ഇത്രയൊന്നും നീ സംസാരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും എല്ലാം മാറ്റം വന്നു. നിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ നേരത്തേതിലും ആധികാരികതയുണ്ട്. നിന്റെ നടപ്പിനും എടുപ്പിനും ഒക്കെ കുറച്ചും കൂടി സ്പീഡായി. മുമ്പോട്ട് വരാൻ നിനക്ക് ഒരു ശങ്കയും ഇല്ല. പഴയതുപോലെ ഡോർ കട്ടിന് പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടി അല്ല ഇപ്പൊ നീ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ആ അത് ശരിയാ മനുവേട്ടാ, ഞാനിപ്പോ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മോളല്ലേ. ആ ഒരു ആത്മവിശ്വാസം അത്ര ചെറുതൊന്നും അല്ലല്ലോ. പപ്പ സ്വാർത്ഥനും പരിക്കനും ഒക്കെ ആയിരിക്കും. എന്നാലും എനിക്കറിയാം എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന്. ആദ്യമൊക്കെ ഞാൻ ആരാണെന്ന് പറയാൻ പപ്പയ്ക്ക് നല്ല മടിയായിരുന്നു. ഇപ്പൊ ആര് ചോദിച്ചാലും പപ്പ പറയും ഇതെന്റെ സ്വന്തം മോളാണെന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്തേക്ക് കുറച്ചും കൂടെ അങ്ങ് ചേർന്ന് നിൽക്കും. 24 വർഷത്തോളം അനാദിയായി ജീവിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ, അത് കളയാൻ പറ്റുമോ മനുവേട്ടാ എന്ന് അലീനെ ചോദിക്കുമ്പോഴേക്കും മനുശങ്കർ പറയുന്നുണ്ട്, നിനക്ക് ഉണ്ടായ ഈ മാറ്റങ്ങൾ മുഴുവൻ നെഗറ്റീവ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാം നല്ലതാ, അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞതെന്നും മനു പറയുന്നുണ്ട്. അങ്ങനെ ഉച്ചയൂണിന് ശേഷം ബൈജുവിനെ വിളിച്ച് കാർ ഇറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അലീന. അവൾ മനുവിനെ പപ്പയുടെ തോട്ടം കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അവതക്കുട്ടിച്ചായനും അപ്പോൾ അവർക്കൊപ്പം പോകാൻ താല്പര്യം കാണിച്ചു. കാറിൽ ഇരിക്കുമ്പോൾ മനുശങ്കർ അലീനയോട് ചോദിക്കുന്നുണ്ട്, എറണാകുളത്ത് ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ രേവതിക്കുട്ടി, രേവതിക്കുട്ടി വിളിക്കാറില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിളിക്കും, ചിലപ്പോഴൊക്കെ വിളിക്കും മനുവേട്ടാ. എന്താ മനുവേട്ടൻ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഞാൻ ചോദിച്ചതാണ്. മാമച്ചാനും ഗ്രേസമ്മയാൻ്റി ഒക്കെ എന്ത് പറഞ്ഞു? അങ്ങളിപ്പോൾ ഓക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മനുവേട്ടാ, എല്ലാവരെയും ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം എന്ന് അലീന പറയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ക്ഷണിക്കാതെ വന്ന അതിഥി ഞാനാണല്ലേ എന്ന്. അത് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചത്? അവരെ പോലെയാണോ മനുവേട്ടൻ എന്ന് അലീന പറയുമ്പോഴേക്കും ഒരു അനുരാഗത്തോടെ തന്നെ മനു അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി. രണ്ടുപേരും പരസ്പരം ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവതക്കുട്ടിച്ചാൻ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ മനുവിന് അലീനയോട് സംസാരിക്കാൻ ഒരു പ്രൈവസി ഇല്ലാത്തതുപോലെ തോന്നി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത് മാമച്ചനെങ്കിലും ഗ്രേസം ആന്റിയും ആണ്. അവൾ ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവർ അവളെയും കൊണ്ട് ദൂരെ എവിടെയോ ടൂർ പോയിരിക്കുകയാണ്. ആഹാ, എവിടേക്കാ പോയിരിക്കുന്നത് എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും കറക്റ്റ് പ്ലേസ് എനിക്ക് അറിഞ്ഞൂടാ മനുവേട്ടാ, കുറേ സ്ഥലങ്ങളുണ്ട്. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയാലേ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം അറിയാൻ കഴിയുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. ഓരോ തവണ വിളിക്കുമ്പോഴും അവൾ ഓരോരോ സ്ഥലങ്ങളുടെ പേര് പറയും. ഞാൻ ഇതുവരെ ആ സ്ഥലപ്പേരുകളൊന്നും കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ഥലങ്ങളൊന്നും അത്ര ഓർമ്മയുമില്ല. അവർ മാത്രമല്ല, മാമച്ചനങ്ങളുടെ ചില കസിൻസും കൂടെയുണ്ട്, ഗൾഫിൽ നിന്ന് വന്നവരാ. എല്ലാവരും ഒന്നിച്ചാ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഉടനെ മനു ചോദിക്കുന്നുണ്ട്, നീ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ടോ അവരോട് എന്നിങ്ങനെ. എൻ്റെ മനുവേട്ട, ഫോൺ എടുത്ത് അവളുടെ വർത്തമാനം ഒന്ന് നിർത്തിയിട്ട് വേണ്ടേ അങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ? അവള് പറയുന്നതെല്ലാം ഞാൻ മൂളി കേട്ടോണ്ടിരിക്കും. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിവർത്തി. എന്തായാലും എല്ലാരും ഇപ്പൊ ഒരു ട്രിപ്പ് പോയിരിക്കുകയല്ലേ, എല്ലാരും അടിച്ചു പൊളിച്ചിട്ട് തന്നെ വരട്ടെ, എന്നിട്ടാവാൻ ബാക്കി പറയലേ എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അവർ തോട്ടത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അലീന മനുവിനെ വിളിച്ചു നിർത്തി തോട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ വിസ്തീർണം ഉൾപ്പെടെ പറഞ്ഞു കളിപ്പിച്ചു. കുന്നിമുകളിലെ ഓഫീസും പുകപ്പുരയും സ്റ്റോറുകളും ഗസ്റ്റ് ഹൗസുകളും അങ്ങനെ മനുശങ്കറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അലീന. എല്ലാം കണ്ടതിനു ശേഷം മനുശങ്കർ ചോദിക്കുകയാണ്, അപ്പോൾ അലീനയുടെ പപ്പ ഒരു എസ്റ്റേറ്റ് ഉടമയാണല്ലേ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് കുറേ ഉണ്ടല്ലോ എന്നിങ്ങനെ മനു പറയുന്നുണ്ട്. ഏകദേശം 3 മണിയോടെ തന്നെ അവർ തിരിച്ച് ബംഗ്ലാവിലെത്തി. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആകാറായില്ലേ, ഇനി ഇവിടെ നിന്നാൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക എന്നിങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. ഒടുവിൽ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റൂം മനുവേട്ടന് കാണിച്ചു തന്നില്ലല്ലോ, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കാതിരുന്നത്. അലീന എന്നിട്ട് മനുവിനെയും കൂട്ടിയും മുകളിലേക്ക് പോയി.
വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചതും മനുവിന്റെ കണ്ണുകൾ ആശ്ചര്യത്തോടെ നോക്കി. ആഹാ, കൊള്ളാലോ, ഇതൊരു 7 സ്റ്റാർ വിന്റേജ് ഹോട്ടലിലെ സ്യൂട്ട് റൂം പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട മനുവേട്ടാ. എന്നാലും ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതാണ്. പപ്പ എനിക്ക് വേണ്ടി ഒരുക്കി തന്നത് ഈ മുറിയാ എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഈ മുറിയിലുണ്ട്. ഇനിയും എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും കൂടി ചെയ്തു തരാൻ പപ്പ റെഡിയാ. അപ്പൊ ഞാൻ പറയും, കഴിഞ്ഞ 24 വർഷം ഞാൻ എങ്ങനെയാണ് ഓഫനേജിൽ ജീവിച്ചതെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ പപ്പയ്ക്ക് ദേഷ്യം വരും. എന്നാലും ഞാൻ അതേപ്പറ്റിയൊക്കെ പറയുന്നൊക്കെ അലീന ഇങ്ങനെ പറയാട്ടോ. അപ്പൊ മനു പറയുന്നുണ്ട്, അലീന, ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന്. അപ്പൊ അലീന പറയുന്നുണ്ട്, വീട്ടിൽ മാത്രമല്ല എന്റെ പപ്പയുടെ മനസ്സിലുമുണ്ട് എനിക്ക് നല്ലൊരു സ്ഥാനം. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കിയ അല്പസമയം മൗനത്തോടെ നിന്നു. പാലാ കടപ്പാട്ടൂരെ മേനോനങ്ങളുടെ വീട്ടുവേലക്കാരിയിൽ നിന്നും കുളത്തൂപ്പുഴയിലെ എസ്റ്റേറ്റ് ഉടമയും റിട്ടയർഡ് കേണലുമായ സ്റ്റാലിൻ ജോസഫിന്റെ മകളിലേക്കുള്ള സുദീർഘമായ ദൂരം അതവൾ താണ്ടി കഴിഞ്ഞിരുന്നുവെന്ന് മനുവിന് മനസ്സിലായി. അതവൾ അർഹിക്കുന്നുകൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് തന്നെ, എത്തേണ്ട ഉന്നതിയിൽ തന്നെ അവൾ എത്തിയിരിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ മനുവിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു. അതോടൊപ്പം ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മനു. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ഈ നിറകുടം, ഈ നിധി തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൻ സങ്കടപ്പെട്ടു. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് മനു. മെല്ലെ മുഖം അല്പം കുനിച്ച് അവൻ അവളുടെ കണ്ണുകളെ ചുംബിച്ചു. ഇടത് കൈ കഴുത്തിലൂടെ ഇട്ട് അവളെ ആലിംഗനം ചെയ്തു. പെട്ടെന്ന് ഒരു തേങ്ങൽ കേട്ടുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അലീനയുടെ മിഴികളിൽ നനവ് കണ്ടു. എന്തു പറ്റി അലീന എന്ന് മനു ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ഒന്നുമില്ല മനുവേട്ടാ. ഇല്ല, എന്തോ ഉണ്ട്. പറ, എന്തിനാ ഇപ്പൊ നീ കരഞ്ഞത്? നിന്റെ ഈ കണ്ണുനീര് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. നീ ഇവിടെ ഓക്കെ അല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ എന്റെ അടുത്ത് കാണിക്കുന്ന ഈ സ്നേഹം എന്നെയും ഭയപ്പെടുത്തുന്നുണ്ട്. കോറിഡോറിൽ നിന്നും കാലച്ച കേട്ടുകൊണ്ട് അവൾ വേഗം കണ്ണുകളും കവിളും തുടച്ചു. അപ്പോൾ മനുശങ്കർ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനിവിടെ ഓടിയെത്തും. അതുപോലെ നിനക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഇനി വേണ്ട. നിനക്ക് എല്ലാവരുമുണ്ട്. നിന്റെ ഏത് സാഹചര്യത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്കൊരു ആത്മവിശ്വാസം നൽകുകയാണ് കേട്ടോ മനു. അപ്പൊ ശരി, എന്നാ ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് മനു ചോദിക്കുമ്പോൾ ആ സ്വരത്തിൽ സങ്കടവും വിഷാദവും നിറഞ്ഞിരുന്നു. സങ്കടത്തോടെ അലീന പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പോകണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. അവധക്കുട്ടിച്ചായനോട് യാത്ര പറഞ്ഞ് മനുവും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. രണ്ടാൾക്കും ഇനിയും എന്തൊക്കെയോ സംസാരിക്കാനുള്ളതുപോലെ, കണ്ട് കൊതി തീർന്നിട്ടില്ലാത്തതുപോലെ. അലീനയോട് സംസാരിച്ച് മതിയാകാത്ത ഒരു അവസ്ഥയായിരുന്നു മനുവിന്റെ മനസ്സിനും. പിന്നെ മനസ്സോടെ തന്നെ മനു കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ചില്ലുനാത്ത് അലീനയോട് യാത്ര പറയുകയും ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അലീനയ്ക്കും അതേ അവസ്ഥ തന്നെ. മനു അവിടെ നിന്നും ഗേറ്റ് കടന്നു പോകുന്നത് വരെ അലീന മുറ്റത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മനു പോയതിനു ശേഷവും അലീനയുടെ മിഴികൾ നിറഞ്ഞു തന്നെ നിന്നു. മനുവിന്റെ സാമീപ്യം അത്രത്തോളം തന്നെ അലീനയെ മിസ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിനരികെ ചേർന്ന് നിന്ന ഒരാൾ യാത്ര പറഞ്ഞു അകന്നു പോകുന്നതിന്റെ വേദന അവൾ ആദ്യമായി അറിഞ്ഞു. മുൻപൊരിക്കലും ഇത് ഇത്രത്തോളം തീവ്രമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നോട് തന്നെ നടത്തിയിരുന്ന ഒളിച്ചുകളികൾക്ക് ഇനി അർത്ഥമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. തനിക്ക് മനുവേട്ടൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ്. അത് ആ ഒരു നിമിഷത്തിൽ അവൾ തിരിച്ചറിയുകയാണ്. ഇനിയും മനുവേട്ടനെ വിഷമിപ്പിക്കാൻ പാടില്ല. മനുവേട്ടൻ എന്നെ സ്നേഹിക്കും പോലെ തന്നെ എനിക്കും മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ ബന്ധം നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും മുന്നോട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് അലീന വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വളരെ സങ്കടത്തോടെ തന്നെ അലീന അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. താങ്ക്